ഗൈസ് ഇപ്പോൾ ഇതേ സമയം 5:53 അപ്പോൾ നമ്മളിത് പുഴയിൽ ലൂറടിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. സാധനമൊക്കെ ബാഗിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ലൂറ് 2 ബോക്സ് ലൂറുണ്ട്. അതിൽ രണ്ടാമത്തെ ബോക്സിൽ ചെറിയ ലൂറുകളും അതേപോലെ തന്നെ ഷേഡുകളൊക്കെയാണ് ഉള്ളത്. നമ്മൾ ഇതൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് ഇറങ്ങാൻ പോണത്. അപ്പോൾ ഗൈസ് നമ്മൾ ലൊക്കേഷനൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സനിച്ചേട്ടൻ ഹായ് കാരണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരാം. പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ചേട്ടൻ വഞ്ചി കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി നേരം വെളുത്ത് വരുന്നുള്ള ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വഞ്ചി ഈ ഭാഗത്തുനിന്ന് എടുക്കുന്നത് നമ്മുടെ പയ്യൻ വന്നാലും നമുക്ക് വഞ്ചി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ്. കുറച്ച് നേരം നിന്നെ കാണിക്കൊരു സാധനം കൊടുക്കുന്നുണ്ടോ? ഞാൻ വഞ്ചി കേട്ട് കാണിച്ചു തരാം. എന്താ വിശേഷം? അല്ലേ നമ്മളിപ്പോ 2 ആഴ്ചയല്ലേ വന്നിട്ട്? 2 ആഴ്ച മുകളിൽ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് പതുക്കെ വഞ്ചിയിൽ കയറാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ഗൈസ് നമ്മുടെ 2ാമത്തെ പങ്കിയാണ് ഇത്. സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് നമ്മൾ എന്നിട്ട് കവണ മടൽ വെച്ചിട്ട് നമ്മൾ തുഴഞ്ഞു പോയ ആൾക്കാരാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പങ്കിയാണ്. പിന്നെ 2ാമത്തെ പങ്ക PDBC. അതിന്റെ ഫുൾ ഫോം എന്തിനുണ്ടോ? പയ്യന്നൂർ ദേശം ബോട്ട് ക്ലബ്ബ്. PDBCയിലെ പങ്കിൻ്റെ ആ ചേട്ടൻ്റെ കയ്യിൽ. എന്നിട്ട് വഞ്ചി കയറിട്ട് കാണിച്ചു തരാട്ടോ. ഇത് നമ്മൾ പോണ വഞ്ചിട്ടാ. ഇറക്കായതുകൊണ്ട് വഞ്ചി കയറി കിടക്കാണ്. അപ്പോൾ കഴിച്ചത് നമ്മളിത് വഞ്ചിയിൽ കയറി പതുക്കെ പോകേണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സൈഡിലത്തെ ജസ്റ്റ് ഞാൻ വ്യൂ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ തൂക്കുപാലം കാണാം. ഇതല്ലേ മുരിചുരു പാലം. ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ മഞ്ഞ് മാത്രം കാണാം. അപ്പോൾ ചെക്കൻ്റെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇരുന്നില്ലെങ്കിൽ എൻ്റെ പെരട്ടിക്ക് ഇരിക്കുന്ന ലൂറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനറിയാൻ പോണ ലൂർ എന്ന് പറയുന്നത് ലൂക്കാനേരെ പെറ്റാറ. അപ്പോൾ തന്നെ ലൂറാണ്. പിന്നെ ആഞ്ചലോൻ്റെ ലൂർന്ന് കാണിച്ചു കൊടുത്തറ. ഇതേതാ ലൂറ്? അന്നേരം പറഞ്ഞു DR100 ഓക്കെ. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ എന്താ ലൂറിൻ്റെ പേര് അറിയില്ല. ഒരു പഴയ ലൂറാണ്. പക്ഷെ എന്നാലും നല്ല റിസൾട്ടുള്ള ലൂർ തന്നെയാണ് കേട്ടോ അതിനുള്ളത്. നമ്മൾ ഇത് വെച്ചാണ് പെട്ടയ്ക്കാൻ കേട്ടോ. ഒരു പക്ഷേ നമ്മൾ ചെയ്ത വീഡിയോസിൽ ഒരു പൂർണ്ണതയില്ലാണ്ട് പോയൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് ഈ ഒരു വീഡിയോ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടിയില്ല. അതേപോലെ തന്നെ നമുക്ക് വീഡിയോ എടുത്തത് നമുക്ക് വേറൊരു നമ്മുടെ കൂടെ വന്നൊരു സുഹൃത്താണ്. അപ്പോൾ ആട് വീഡിയോ എടുത്തതിൽ നമുക്ക് കുറച്ച് മിസ്റ്റേക്ക് കാര്യങ്ങൾ പറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് നല്ല വിഷ്വൽസ് കാരണം കിട്ടിയിരുന്നില്ല. ഒരു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് ഈ ഒരു ഫിഷിംഗ് ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിരി പോലുള്ള ഒരു ഫിഷിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആഞ്ചലോണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ മാമന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സഞ്ചി കിടന്ന് കുലുങ്ങനുണ്ടോ? കുലുങ്ങറ ക്യാമറ ഓണാക്കി മൈരാണെങ്കിലേ എല്ലാവരും ഇങ്ങനെ നല്ല കട്ട് കയറലാണ്. മഴക്കാർ ചെറുതായിട്ട് മൂടി നിൽക്കുന്നുണ്ട്. മീൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ പൊളി വൈബിലാണ് അല്ലേ? മീൻ കിട്ടിയില്ലെങ്കിൽ അതൊരു വേറെ വൈബിലാണ്.